ഡെമോക്രസിയിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ കേരള സർക്കാരിൻ്റെ കേര സംരക്ഷണ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ BJPയുടെയും ഹിന്ദുത്വത്തിൻ്റെയും അമ്പല വഴിപാട് രീതിയിൽ കൃഷി വകുപ്പിലെ കേര കർഷക വിരുദ്ധരെ നശിപ്പിക്കാൻ സകല ശക്തികളെയും ആവാഹിച്ച് നാളികേരം മുടക്കാൻ വെമ്പി നിൽക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന മന്ത്രവാദി കൂടിയായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറന്നേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി, ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത്. അല്ല, ഇപ്പോൾ പൊട്ടിക്കേണ്ട. അതിനു മുൻപ് ആർക്കെതിരെയാണ് ഈ ഉച്ചാടനം, എന്തിനു വേണ്ടിയാണ് ഈ ആവാഹനം, അതൊന്ന് പറഞ്ഞിട്ട് മതിയായിരുന്നു ഉടക്കൽ. കാർഷിക പ്രസ്ഥാനമായിട്ടുള്ള കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഐതിഹാസിക സമരമായി ഞാൻ ഇതിനെ കാണുകയാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ ഇന്ന് നമ്മളാണോ ഇന്ത്യയിലെ കേര ഉൽപാദന മേഖലയിലെ ഒരു കാലത്ത് കുത്തകയുണ്ടായിരുന്ന കേരളം, കേരം എന്ന വാക്കിൽ ഉയർന്നു വന്ന കേരളം, ആ കേരളം കാർഷിക മേഖല അത് ഒന്നടങ്കം തകർന്നുകൊണ്ട് ഇന്ന് ആ സ്ഥാനം മറ്റു സംസ്ഥാനങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള വസ്തുത ചിന്തിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനുമുള്ളത്. ശരി, അപ്പോൾ ഹിന്ദുത്വ രീതിയിലുള്ള ഇത്തരം സമരങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട്. ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കുമ്പോൾ കർഷകരുടെ തൊലിക്കട്ടിക്ക് മാത്രമേ ക്ഷതമേൽക്കൂ. നാളികേരം മുടക്കുമ്പോൾ കല്ലേറ് പോലുള്ള സമരങ്ങളിലെ പോലെ ബസ്സിനും പൊതുമുതലിനും കേടുപാടുണ്ടാകില്ല. നോട്ടുകളെ പോലെ വിലയില്ലാതായ കൽപ്പവൃക്ഷത്തിൻ്റെ ഫലങ്ങളെ ദേശീയപാതയുടെ തിരുനെറുകയിൽ ഉടച്ച് കൃഷി വകുപ്പിൻ്റെ മർമ്മത്ത് അടിച്ചോളൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ കാക്കണേ. എണ്ണി നോക്കിട്ടെടുക്കാൻ നാളികേരം മുടക്കൽ പോലെയുള്ള മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതൊക്കെ ശരീരം നോവാത്ത സമരമാണ് എന്നതാണ്. നാളികേരം മുടക്കുന്നതോടെ ഉടയുന്ന നാളികേരത്തിനുള്ളിൽ നിന്ന് വെള്ളം ചീറ്റിത്തെറിക്കുന്നത് പോലെ സമരക്കാരുടെ ഉള്ളിലെ പ്രതിഷേധവും അങ്ങനെ ചീറ്റിത്തെറിച്ച് തീർന്നോളും. പിന്നെ നാളികേര പൂളും പെറുക്കി തിന്ന് മൂടും തട്ടിപ്പോകുന്നതോടെ എല്ലാം രുചികരമായി അവസാനിക്കും. പിന്നെ നാളികേരം കൊണ്ടുള്ള മറ്റൊരു ഗുണം ഇടഞ്ഞു നിൽക്കുന്ന കാട്ടാനകളെ പോലും നാളികേര പൂള് കാണിച്ച് വരുതിയിലാക്കാം എന്നതാണ്. വയനാട്ടിൽ ഇടഞ്ഞ കാട്ടാനയുടെ കാര്യത്തിലായാലും പാർട്ടിയിൽ ഇടഞ്ഞ നാട്ടാനയുടെ കാര്യത്തിലായാലും കാട്ടാനയെ പിടിക്കാൻ സഹായിച്ച മാധ്യമ താപ്പാനകളുടെ കാര്യത്തിലായാലും അതൊക്കെ ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. ഇതിപ്പോൾ ഡോക്ടർ ഒരു കാൽക്കുലേഷനിൽ 1 മാസമാണ് ഇതിന് കൂട്ടിലുള്ള ട്രെയിനിങ്. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ജനങ്ങളായിട്ട് ഒരു ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള